यहाँ पे, मगर यहाँ हमारे गांव में कोई मंदिर वंदिर नहीं है। और अगर मान लीजिए कोई कोई आपके गांव में कोई मंदिर बना है तो फिर हमारे मिसाल हमारे यहाँ आंगन में जमीन में वो ठीक नहीं है, हम उसको जलाएंगे और क्या करेंगे? मंदिर को जलाएंगे आप? और क्या करेंगे? जो हम एक बात सुनो मैम, हम तो मुसलमान हैं, जो हमारे आंगन में या मिसाल बनाएंगे मंदिर, हमारे लिए ठीक है या खराब है? ये कौन सिखाया आपको ये सब? मैं नहीं, अल्लाह की कसम मैं बोलता हूँ अपनी जबान से, और मुझे किसी ने नहीं सिखाया। നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജമ്മു കാശ്മീരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. ഈ മാധ്യമ പ്രവർത്തക ജമ്മു കാശ്മീരിലെ ഒരു വ്യക്തിയോട്, ഒരു ഗ്രാമീണനോട് ചില കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് ഈ ഗ്രാമത്തിലേക്ക് ഹിന്ദുക്കൾ മടങ്ങിയെത്തിയാൽ എന്തു ചെയ്യും, ഇവിടെ ഒരു ക്ഷേത്രം പണിതു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? അയാൾ കൃത്യമായി തന്നെ മറുപടി പറയുന്നുണ്ട്. അയാളുടെ ചെറുപ്പം മുതലേ അയാളുടെ മനസ്സിൽ കുത്തിവെച്ച മതവിദ്വേഷം ഒന്നാകെ പുറത്തെടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ മുസ്ലിങ്ങളാണ് ജീവിക്കുന്നത്, ഇതിനിടയിൽ ഒരു അമ്പലം വരിക അസാധ്യമാണ്, അങ്ങനെ ആരെങ്കിലും ഇവിടെ അമ്പലം വച്ചാൽ അത് കത്തിക്കും എന്നാണ് ഈ ജമ്മു കാശ്മീരിലെ വിഘടനവാദി, നല്ല ഒന്നാം തരം തീവ്രവാദി പറഞ്ഞു വയ്ക്കുന്നത്. ഇത്തരത്തിൽ ഈ മാധ്യമപ്രവർത്തക അർച്ചന തിവാരി എന്ന മാധ്യമപ്രവർത്തകയാണ്. രാജ്ധർമ്മ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകയാണ്. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് നമുക്കറിയാം. അതായത് 2019 370 വകുപ്പ് എടുത്തു കളഞ്ഞ് കശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന 370 വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അതായത് കശ്മീർ 2019 ഈ പറയുന്ന 370 വകുപ്പ് എടുത്ത് കളഞ്ഞതിന് ശേഷം അവിടെ ഭീകരവാദത്തിന് വലിയ കുറവുണ്ടാകുന്നു. അവിടെ പട്ടാളത്തിന് നേരെ കല്ലെറിയുന്നില്ല, ഭീകരവാദ ആക്രമണങ്ങൾ കുറയുന്നു. മറ്റു മതവിഭാഗങ്ങൾ, അതായത് 90കളിൽ ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെട്ട സമയത്ത് കശ്മീരിൽ നിന്നും ഒളിച്ചോടിപ്പോയ, പലായനം ചെയ്ത കശ്മീരി പണ്ഡിറ്റുകൾ അടക്കമുള്ള ആളുകൾ അവിടെ തിരികെ വരുന്നുണ്ട്. സിഖുകാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം കശ്മീരിലേക്ക് തിരികെ വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കശ്മീർ സമാധാന ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് നമ്മളെല്ലാം അഭിപ്രായപ്പെടുമ്പോഴാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം നടന്നു കഴിഞ്ഞു. വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ അവിടെ വോട്ട് ചെയ്തത്. ഏതാനും അടുത്ത ദിവസം, അതായത് നാളെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവിടെ നടക്കുകയാണ്. ഈ ഒരു സാഹചര്യം എല്ലാം സത്യമാണ് എങ്കിൽ പോലും തീർച്ചയായും ഇസ്ലാമിക ഭീകരവാദത്തിന് വലിയ കുറവ് കശ്മീരിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഈ പറയുന്ന പോലുള്ള വിഘടനവാദം, ആ വിഘടനവാദം വലിയ പ്രശ്നം ഇപ്പോഴും ഈ കശ്മീരിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഈ മാധ്യമപ്രവർത്തക ആ യുവാവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കറിയാം. ഇങ്ങനെ കശ്മീരിൽ ആരാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ വിഘടനവാദി? ആരാണ് തീവ്രവാദികൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്? ആരാണ് ഹിന്ദുക്കളടക്കമുള്ള ജനവിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാൻ തുനിഞ്ഞിറങ്ങി നിൽക്കുന്നത്? അവരെ തുറന്നു കാട്ടുന്നതാണ് ഈ അഭിമുഖങ്ങളെല്ലാം തന്നെ. ഇതിനു മുന്നേയും അർച്ചന തിവാരി ഈ പറയുന്ന രീതിയിലുള്ള അഭിമുഖങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ കുത്തിവെക്കപ്പെട്ട വലിയ വിഘടനവാദം, ഇത്തരത്തിൽ നിരവധി ആൾക്കാർ അവിടെയുണ്ട്. ഈ വിഘടനവാദം എടുത്തു കളയാൻ, ഭീകരപ്രവർത്തനമൊക്കെ ഏതാണ്ട് അവസാനിച്ചുവെങ്കിലും മനസ്സിൽ കുറച്ചാളുകളുടെയെങ്കിലും മനസ്സിൽ കുത്തിവെക്കപ്പെട്ടിട്ടുള്ള ഈ വിഘടനവാദം അവസാനിപ്പിക്കാൻ ഇനിയും സമയമെടുക്കും എന്ന് തന്നെയാണ് ഈ മനുഷ്യൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഹിന്ദു ക്ഷേത്രം പണി കഴിപ്പിച്ചാൽ, നോക്കൂ, ഈ ഒരു മതേതര സമൂഹത്തിൽ അല്ലെങ്കിൽ ബഹുസ്വരതയോടുകൂടി ജീവിക്കുന്ന ഒരു രാജ്യത്തിൽ അവിടെ വന്ന് താമസിച്ച ശേഷം ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളെ വെറുക്കുക, അവരുടെ ആരാധനാ സംവിധാനങ്ങളെ വെറുക്കുക, അവരുടെ മതത്തിനും ആരാധനാലയങ്ങൾക്കും നേരെ ആക്രമണം നടത്തുക, അത്തരത്തിലുള്ള ഒരു വിഘടനവാദമാണ് ഇത്തരം ആളുകളുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ സൃഷ്ടിക്കപ്പെട്ട കാര്യമല്ല. അത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാകുന്നത്. എന്തായാലും തീവ്രവാദത്തെ അമർച്ച ചെയ്താലും, എത്രമാത്രം സംസ്ഥാനം പൊതുധാരയിലേക്ക് വന്നാലും ഇത്തരം ആളുകളുടെ മനസ്സിൽ നിന്നുള്ള ചിന്തകൾ അത് മാറാൻ ഇനിയും സമയമെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ പറയുന്ന അർച്ചന തിവാരി എന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഭീഷണികൾ വരുന്നുണ്ട്. അവരെ കൊന്നുകളയുമെന്നും ഇങ്ങനെ വിഘടനവാദികളെ തുറന്നു കാട്ടിയതിൻ്റെ പേരിൽ അവർക്കെതിരെ ആക്രമണം നടക്കുമെന്നും ഒക്കെയുള്ള വലിയ രീതിയിലുള്ള ഭീഷണികൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ജമ്മു കാശ്മീർ വൃത്തിയാക്കുന്നതിലും ജമ്മു കാശ്മീരിൽ സമാധാനം തിരികെ കൊണ്ടുവരുന്നതിലും ഈ കടുത്ത പ്രതികൂല സാഹചര്യത്തിലും ഇങ്ങനെയുള്ള വിഘടനവാദ മനസ്സുള്ള സമൂഹത്തിലാണ്
കേന്ദ്ര സർക്കാർ ഇത്രയധികം പ്രവർത്തനങ്ങൾ നടത്തി ഈ സമൂഹത്തെ, ജമ്മു കാശ്മീരിനെ മറ്റ് മതവിഭാഗങ്ങൾക്ക് കൂടി ജീവിക്കാൻ കഴിയുന്ന പാകത്തിൽ രൂപപ്പെടുത്തിയെടുത്തത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രവൃത്തിയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.